ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എ ബോഡി ആൻഡ് എ ടൈം. എ ബോഡി ആൻഡ് എ ടൈം. ചിൽഡ്രൻ, why not you repeat a body and a time? One more time. Very good, very good. Praise God, praise God. You know why I asked you to repeat the title, a body and a time? Because that is the precious gift that God has given to each one of us. What are the two precious gifts that God has given? Say again. A body and a time. Amen, amen. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വളരെ പ്രഷ്യസ് ആയിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. ഒന്ന് എ ഫിസിക്കൽ ബോഡി, രണ്ട് എ ലിമിറ്റഡ് ടൈം. ആമേൻ. സ്തോത്രം. വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. കർത്താവിന് തീർച്ചയായിട്ടും നമ്മോട് സംസാരിക്കുവാനുണ്ട്. ഇന്ന് പ്രത്യേകതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ 11 വർഷക്കാലം കർത്താവ് നമ്മെ ജയത്തോടെ നടത്തി. ഇന്ന് 11 വർഷത്തിൻ്റെ അവസാനത്തെ സൺഡേയാണ്. നെക്സ്റ്റ് സൺഡേ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ഇയർ 12. ആമേൻ. ഗിവ് ജീസസ് എ ബിഗ് ഹാൻഡ്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ കാലങ്ങൾ, വർഷങ്ങൾ കടന്നു പോകുന്നു. And I believe this is the right message that God need to talk to each one of us. A time, a body and a time. കാരണം സമയം കടന്നു പോകുന്നു. നമ്മുടെ ശരീരം അത് നമ്മൾ ചിന്തിക്കും അത് വളരുകയാണെന്ന്. യെസ്, to a certain group of people is actually growing, but to other group it is actually decaying. Amen. Hallelujah. Don't be worried. Amen. We will get another body. Don't worry. God bless. അപ്പോൾ നമ്മൾ എ ബോഡി ആൻഡ് എ ടൈം വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ നിൽക്കുന്ന ഈ വ്യക്തി മേ ബി റോബിൻ ബ്രദർ. ഐ മീൻ ഇറ്റ്സ് ബിഗ് ഇൻ സൈസ്, സോ ഐ ക്യാൻ ജസ്റ്റ് എവരിബഡി ക്യാൻ ലുക്ക് ഇൻ ടു. അപ്പം റോബിൻ ബ്രദർ വിൽ ലുക്ക് അറ്റ് റോബിൻ ബ്രദർ ആൻഡ് റോബിൻ ബ്രദർ ഈസ് എ പേഴ്സൺ. പക്ഷേ ദ റിയൽ റോബിൻ ബ്രദർ ഈസ് നോട്ട് വാട്ട് വി സീ. എത്ര പേർക്ക് അത് മനസ്സിലാകും? റോബിൻ ബ്രദർ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണുമ്പോൾ ഒരു ഷേപ്പിലും ഒരു അല്ലേ ഒരു സ്റ്റാച്ചറിലൊക്കെ ആയിരിക്കുന്നു. ബട്ട് ദ റിയൽ റോബിൻ ബ്രദർ ഈസ് നോട്ട് what we see, but we cannot see. That real Robin brother only Robin brother and God can see. Hallelujah. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾ എന്നുള്ള ആ വ്യക്തിയെ മറന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ചിന്തിച്ചേ. ബോഡി, നമ്മുടെ ഷേപ്പ്, നമ്മുടെ കളറ്, ഇതൊക്കെ അല്ലേ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിന്തയെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് എടുത്താട്ടെ. ഒരു നിമിഷം ചിന്തിച്ചാട്ടെ. ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ വ്യക്തിയാണ് റിയൽ പേഴ്സൺ, ശരിയായിട്ടുള്ള ഒരു വ്യക്തി. എന്നാൽ ഈ ബോഡി എന്ന് പറയുന്നതോ, ഇറ്റ് ഈസ് എ ടെമ്പററി പ്ലേസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ്. നമുക്കൊരു വാക്യം അതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. അധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരം ഇത് വിട്ടുപോയാലും ഞാൻ മാറുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അല്ലേ ലില്ലിയാൻറ്റിയുടെ ഉള്ളിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ വ്യക്തി നമുക്കെല്ലാവരും, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മൾ ഈ ശരീരം വിട്ടാലും ഞാൻ കർത്താവിനോട് കൂടിയായി. അപ്പം ഞാൻ എവിടെയാ? ഞാനെന്ന് പറയുന്ന വ്യക്തി എവിടെയാ? ആ വ്യക്തിയെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണാൻ കഴിയണം. നമുക്കൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. സ്തോത്രം. ഇപ്പോൾ നമ്മളൊരു ഓക്കെ, നമ്മുടെ ക്രിയേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്തു? തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ആ. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദ്യം ഒരു കളിമണ്ണ് കൊണ്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ദൈവം ആ ഇൻവിസിബിളായിട്ടുള്ള തൻ്റെ ബ്രെത്ത് ആ നോസ്ട്രിൽസിലെ ഊതിയപ്പോൾ ഈ കളിമണ്ണ് ഷേപ്പ് അതെന്തായി? ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്പോൾ അത് കളിമണ്ണിൻ്റെ വേറൊരു ഷേപ്പായിരുന്നെങ്കിൽ ആ ഷേപ്പ് അതെടുത്തേനെ അല്ലേ. എന്നാൽ ദൈവം ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഷേപ്പിൽ തൻ്റെ ബ്രെത്ത് നോസ്ട്രിൽസിലെ ആ ബ്രെത്ത് അത് ഊതിയപ്പോൾ ആ കളിമണ്ണ് എന്തായി തീർന്നു? ഒരു ജീവനുള്ള ഒരു വ്യക്തിയായിട്ട് അത് മാറുവാനിടയായി തീർന്നു. അതിനൊരു ഷേപ്പ് കിട്ടി അല്ലേ, അതിനൊരു ഷേപ്പ് കിട്ടി. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണ്, ഉദാഹരണമാണ് കേട്ടോ. ഒരു ബലൂൺ അത് വളരെ അല്ലേ, നമ്മൾ കടയിൽ മേടിച്ച് നമുക്കൊരു ബലൂൺ കിട്ടും. അതെ, ഒരു റബ്ബറിൻ്റെ ഒരു ബലൂൺ ആയിട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ അത് ഊതി വീർപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതൊരു ഷേപ്പ് എടുക്കുന്നു. മാത്രവുമല്ല അത് ഇറ്റ് ഗോട്ട് എ പർപ്പസ് അല്ലേ. അത് പല തരത്തിലുള്ള ബലൂൺ ഉണ്ട്. ചിലത് വളരെ വലുതാവും, ചിലത് കുറച്ച് വരത്തുള്ളൂ. അപ്പോൾ അതെന്തിനാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള എയർ നമ്മൾ അതിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിലേക്ക് അത് വരുന്നു. എന്നിട്ടോ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിലേക്ക് അത് മാറിപ്പോകുന്നു. ഇതുപോലെ നമുക്കറിയാൻ പറ്റണം, ഈ ബലൂൺ ഒരു നിമിഷം അതിൻ്റെ എയർ അങ്ങ് എടുത്തു കളഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് വീണ്ടും അതിൻ്റെ ഷേപ്പ് പോയി. മാത്രവുമല്ല അതിൻ്റെ പർപ്പസും അതിന് ഇല്ലാതായി തീരുന്നു. മനുഷ്യൻ എന്ന് നമ്മൾ കാണുന്നത്, ഇപ്പോൾ ചാക്കോ എന്ന് പറയുന്ന ഞാൻ, ഒരു 2 പാർട്ടാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മിൽ ദൈവത്തിൻ്റെ ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ബ്രെത്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് എന്നുള്ള ആ ബോഡി ഒന്ന് അതിൻ്റെ ഒരു ലിവിങ് ബീയിങ് ആയി മാറിയെങ്കിലും എന്തു സംഭവിച്ചു? ഈ ബ്രെത്തിൻ്റെ ദൈവം സൃഷ്ടാവ് കൂടെ ആയതുകൊണ്ട് അവിടെ സോൾ, അതുപോലെ തന്നെ സ്പിരിറ്റ്, മൈൻഡ് അല്ലേ, എല്ലാം കൂടെ ചേർന്ന് ഒരു ലിവിങ് ബീയിങ് ആകുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ഒരു ബലൂൺ അതിൻ്റെ കാറ്റ് അഴിച്ച് വിടുമ്പോൾ എന്തു സംഭവിച്ചു? അതിൻ്റെ ഷേപ്പും പോയി അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസും പോയി. എന്നാൽ മനുഷ്യൻ അവൻ്റെ ഈ എന്തുണ്ടായെന്നറിയാമോ? കാറ്റ് അഴിച്ചു വിടുന്നത് പോലെ തന്നെയാണ് ഉണ്ടായത്. മനുഷ്യൻ പാപം ചെയ്തു, ഡിസ്ഒബീഡിയൻസ് വന്നപ്പോൾ എന്തുണ്ടായി? വാസ്തവത്തിൽ ദൈവം ഉണ്ടാക്കിയ അല്ലേ ആ കളിമണ്ണ് കൊണ്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് തൻ്റെ ബ്രെത്ത് അത് ഊതിയിട്ട് ഒരു ലിവിങ് ബീയിങ് ആക്കിയ മനുഷ്യൻ ആ ദിവസം എന്തുണ്ടായി? ഡിസ്ഒബീഡിയൻസ് വന്ന ആ ദിവസം, ആ സമയം അവൻ മരിച്ചുപോയി, അവൻ ഇല്ലാതായി. എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ബലൂൺ ആണെങ്കിൽ ആ ബലൂൺ പെട്ടെന്ന് തന്നെ അതിൻ്റെ എയർ പോകും, ഷേപ്പ്ലെസ് ആയിട്ട്, അതുപോലെ തന്നെ യൂസ്ലെസ് ആയിട്ട് ഇത് മാറുന്നു. എന്നാൽ ദൈവം വളരെ തൻ്റെ ഛായയിൽ, വളരെ ആഗ്രഹത്തോടെ, പല ഉദ്ദേശത്തോടു കൂടെ സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ്റെ കാറ്റ് ബലൂണിൽ നിന്ന് പോയ പോലെ അവൻ ടപ്പെന്ന് പറഞ്ഞു പോയില്ല, പക്ഷേ അവൻ മരിച്ചു അല്ലേ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജെനിസിസ് 2:17 എന്താ? തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ നാളിൽ തന്നെ നീ മരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ക്രിയേഷൻ്റെ സ്പെഷ്യൽ ആയിരുന്നു, ഈ ലെറ്റ് ഹിം ഹാവ് എ ബിറ്റ് മോർ ടൈം. എന്തിന്? ഈ ശരീരത്തിന് അവൻ മരിച്ചു എന്ന്, അവിടെ മരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്നും ഡിപ്പാർട്ടഡായി. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവോടുകൂടെ ചേർന്നതായിരുന്നു ആ നോസ്ട്രിൽസിൽ ഊതിയ ആ ബ്രത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ കളിമണ്ണിനെ എന്ത് ലഭിച്ചു? കളിമണ്ണിനെ സോൾ, ബോഡി, അതുപോലെ തന്നെ സോൾ, ബോഡി, അതുപോലെ മൈൻഡ്, ഹാർട്ട്, ഇതെല്ലാം ഉള്ള ഒരു കളിമണ്ണിൻ്റെ ഒരു ലിവിങ് ബീയിങ് ആയി. പക്ഷേ ദൈവസന്നിധിയിൽ ആ മനുഷ്യൻ മരിച്ചുപോയി. എന്നാൽ അല്പം കൂടെ സമയം അവന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ലോകത്തിൽ. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. അല്പം കൂടെ സമയം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മാറ്റം വരാനായിട്ടായിരിക്കാം ദൈവം അല്പം സമയം കൊടുത്തു. ഇതിനെന്തുണ്ടാകുന്നു? ആഫ്റ്റർ സം ടൈം ഈ ബോഡി, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ബോഡി എന്തുണ്ടാകും? അത് മണ്ണിലേക്ക് തന്നെ പോകും. എന്നാൽ സോൾ, മൈൻഡ്, ഹാർട്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്പിരിറ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് ആ ലിവിങ് ബീയിങ് ഉണ്ട്. ആ ലിവിങ് ബീയിങ് എന്താകും? നിത്യ നരകത്തിലേക്ക് പോകും. നമ്മൾ മനസ്സിലാക്കണം, തിന്നുന്ന നാളിൽ ഡിസൊബീഡിയൻസ്, തിന്നുക എന്ന് പറഞ്ഞാൽ ആപ്പിൾ തിന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നപ്പോഴാണ് എന്തുണ്ടായി? അവൻ മരിച്ചു. ബലൂണിൽ നിന്ന് ആ കാറ്റ് അഴിച്ചു വിട്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഡിപ്പാർട്ടഡ് ആയിപ്പോയി. എന്നാൽ അല്പസമയം കൂടെ ആ ലിവിങ് ബീയിങ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ജീവിക്കുമ്പോൾ അതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് മണ്ണിലേക്ക് പോകേണ്ടതാണ്, ഇനി ഒന്ന് അതാണ് ആ ലിവിങ് ബീയിങ്. അതെന്തുണ്ടാകുന്നു? അതാ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സോൾ, മൈൻഡ്, ഹാർട്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്പിരിറ്റ്. ഈ മനുഷ്യൻ, ആ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞാൽ അവൻ നിത്യ നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് ആ പാപം ചെയ്തതിൻ്റെ പരിണിത ഫലം. എന്നാൽ ദൈവത്തിന് നന്ദി പറയാം, അല്ലേ? യേശു ക്രിസ്തുവിന് നന്ദി പറയാം. എന്തു സംഭവിച്ചു? ഇതിനിടയ്ക്ക് ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവനോട് ചേരുവാനും, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പാടിയപ്പോൾ പറഞ്ഞതുപോലെ പരിശുദ്ധ ആത്മാവിനെ ലഭിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു. കുറച്ച് കഴിഞ്ഞ് ഈ സോളും, ആ ലിവിങ് ബീയിങ്ങിനെ ഞാൻ സോൾ എന്ന് പറയട്ടെ, സോളും ബോഡിയും രണ്ടായിട്ട് മാറിപ്പോകേണ്ടതാണ് എന്തായാലും. എന്നാൽ ഒന്ന് നിത്യ നരകത്തിലേക്ക് പോകേണ്ടതും ഒന്ന് മണ്ണിലേക്ക് ചേരേണ്ടതുമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഈ ബോഡി അത് തീർച്ചയായിട്ടും മണ്ണിലേക്ക് ചേരേണ്ടതാണെങ്കിൽ തന്നെയും സോൾ എന്ന് പറയുന്ന ആ ഹാർട്ട്, മൈൻഡ്, സോള് ചേർന്നിരിക്കുക, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ വന്നപ്പോൾ അത് മരിക്കാത്ത നിത്യമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു റിയൽ പേഴ്സണായിട്ട് അത് മാറി. ഹല്ലേലൂയ. അതിനായിരിക്കണം അല്പസമയം, അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ടായിരിക്കണം ദൈവം അല്പസമയം തൻ്റെ ഈ ക്രിയേഷന് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു ബലൂൺ പോലെ പെട്ടെന്ന് മുഴുവൻ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറ്റിയത് എന്താണ്? സ്തോത്രം. നമുക്ക് ലഭിച്ചത് ഈ എങ്ങനെയായാലും രണ്ട് വഴിക്ക് പോകേണ്ടത്, ഒന്ന് മണ്ണിലേക്ക് തന്നെ പോകണം. സ്തോത്രം. തീർച്ചയായിട്ടും പോയാലും ഈ രക്ഷ പ്രാപിച്ചവർക്ക് മറ്റൊരു ശരീരം കിട്ടുമെന്ന് നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ഈ രണ്ട് വഴിക്ക്, ഒന്ന് നരകത്തിലേക്കും ഒന്ന് മണ്ണിലേക്കും പോകേണ്ടുന്ന ഈ രണ്ട് പാർട്ടിന് എന്ത് ചെയ്തു ദൈവം? രക്ഷ ലഭിച്ചപ്പോൾ, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ, നമ്മൾ യേശുവിനോട് ചേർന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അത് നരകത്തിലേക്ക് പോകുന്നതിന് പകരം പിതാവിൻ്റെ അടുക്കിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. അടുത്ത ഒരു ഭാഗം, ദ ബോഡി, എന്ത് സംഭവിക്കുന്നു? അത് വീണ്ടും മണ്ണിലേക്ക് തന്നെ ചേരും. അതുകൊണ്ടാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറഞ്ഞത്, ആ 2 കൊരിന്ത്യർ 5:8 പറഞ്ഞത് എന്താണ്? ഒന്നുകൂടെ വായിച്ചാട്ടെ ആദ്യത്തെ വാക്യം. അങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട്
ആമേൻ. കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അധികം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഹോപ്പ് ഐ മീൻ യു ഗോട്ട് ദ പോയിന്റ്. എന്തുകൊണ്ടാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് അത് പറഞ്ഞത്? കാരണം ഈ ശരീരം ഇതൊരു ബോഡിയാണ്. ഈ ശരീരം വിട്ടുപോയാലും ഞാൻ മാറുന്നില്ല, ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തും. കാരണം എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിത്തൗട്ട് എ ബോഡി നമ്മൾ ചിന്തിച്ചു. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന 2 പ്രഷ്യസ് ഗിഫ്റ്റ്സ് ഉണ്ട്, അല്ലേ? നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മുടെ ഉള്ളിൽ ഈ ബോഡി ഇല്ലാത്ത ഒരു മനുഷ്യൻ, അതാണ് ഞാൻ. ഈ നിങ്ങൾ കാണുന്ന ബോഡി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ എനിക്ക് ദൈവം ഒരു ബോഡി, ഒരു പ്രഷ്യസ് ബോഡി ദൈവം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റാണത്. ഒരു ശരീരം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. വാട്ട് എവർ ഷേപ്പ്, വാട്ട് എവർ സിറ്റിസൺ, അല്ലെ, വാട്ട് എവർ ജെൻഡർ, ദൈവം ഹല്ലേലൂയ നമുക്ക് ഒരു പ്രഷ്യസ് ബോഡി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊരു ബിലീവറുടെ ഒരു പ്രത്യേകതയാണ്. സ്തോത്രം. മറ്റുള്ള വിശ്വസിക്കാത്തവർക്ക് കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് അത് മണ്ണിലേക്ക് ചേരേണ്ട, വെറും കളിമണ്ണായി തീരേണ്ട ഒന്നായിരുന്നെങ്കിൽ, ദൈവമക്കൾക്ക് സ്തോത്രം ഈ ബോഡി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. ഈ ബോഡി ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണ്. അത് ദൈവത്തിൻ്റെതാണ്. നമുക്ക് വായിക്കാം. സ്തോത്രം. വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും. അപ്പൊ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് വസിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഷേപ്പാണെന്നും, ഷേപ്പ് മാത്രമല്ല, ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഫങ്ഷൻ, ഇറ്റ്സ് പാർട്ട് ടുഗെദർ. ദൈവം തന്നതാണ്. വായിച്ച്. നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും ഇത് നിങ്ങളുടേതല്ല, എൻ്റേതല്ല. ദൈവം നമ്മെ തൻ്റെ പ്രഷ്യസ് ബ്ലഡ് കൊടുത്ത് നമ്മെ വീണ്ടെടുത്തപ്പോൾ, നമ്മെ രക്ഷിച്ചപ്പോൾ, അവൻ നമ്മെ എന്ത് ചെയ്തു? നമ്മുടെ ആ ഇന്നർ ബീയിങ്, അല്ലേ, ആ മനുഷ്യനെ, ലിവിങ് ബീയിങ്ങിനെയും എടുത്തു. മാത്രമല്ല, ടെമ്പററി നമുക്കൊരു ശരീരം തന്നു. അതും നമ്മുടേതല്ല. ഹി ടുക്ക് എവറിഥിങ് ഹിസ് ഓൺ, അല്ലേ? നമ്മൾ സ്നാനപ്പെട്ട് ഏറ്റുപറഞ്ഞപ്പോൾ നമ്മെ പൂർണ്ണമായിട്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ എല്ലാം ദൈവത്തിന് കൊടുത്തു. എന്നാൽ he has given us back a precious gift. What is that? Hallelujah. The body with its all parts. Hallelujah. അതുപോലെ തന്നെ all functions. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോ അതിതാണ്. ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, എല്ലാവരും സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള ഒരു വീഡിയോ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ആ നല്ല സ്ഥലത്തിന് വേണ്ടി, ദുഃഖമില്ല, വേദനയില്ല, എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്ന ആ സ്ഥലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ആർക്കും മരിക്കാൻ താല്പര്യമില്ല. സംഗതി ശരിയാണ്, അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, അല്ലേ? മരിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും അസുഖം വന്ന് വേഗം ഡോക്ടറെ അടുത്തോട്ട് പോവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ നല്ല വേദനയില്ലാത്ത, രോഗമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു സ്ഥലത്തിനായി കാത്തിരിക്കുന്നു, അല്ലേ? നമ്മൾ വാസ്തവമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ശരിയാണ്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ലെവലിന് വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണണം, പോകണം. നമ്മൾ അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യണം, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഗാഡ് ടു യു. യു ആർ റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. സ്തോത്രം. നാം ഒരിക്കലും മാറ്റമില്ല, അവിടുത്തെ നല്ല വാസനു വേണ്ടി കാത്തിരിക്കുന്നതാണ്. സ്തോത്രം. എന്നാൽ അല്പസമയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എ ബോഡി വിത്ത് ഓൾ ഇറ്റ്സ് പാർട്സ് ആൻഡ് ഹല്ലേലൂയ. എന്താണ്? അതിൻ്റെ എല്ലാ ഫങ്ഷനോടുകൂടെ ദൈവം തന്നിട്ടുണ്ട്. അല്പസമയം എന്തിനു വേണ്ടി? ദാറ്റ് ഈസ് ഫോർ ഗോഡ്സ് ഗ്ലോറി.
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് അല്പസമയം തന്നിട്ടുണ്ട്. സ്തോത്രം. ഈ ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ സോള്, അതുപോലെ തന്നെ അതിൻ്റെ ഹാർട്ട്, അതിൻ്റെ ഹല്ലേലൂയ സ്പിരിറ്റ്, അതുപോലെ തന്നെ മൈൻഡ് എല്ലാം ചേർന്നത് ഇറ്റ് ഈസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ. ഒരു ബലൂണിനെ പോലെയല്ല, ദൈവം അത് ക്രിയേറ്റ് ചെയ്തതാ തൻ്റെ ഛായയിൽ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട മനുഷ്യനെ അവൻ അല്പസമയം ഈ ബോഡിയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുകയാണ് ഈ പ്രഷ്യസ് ബോഡി. 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം വായിച്ചാട്ടെ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം. ആമേൻ. എത്ര പേരുണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് അവൻ്റെ സൗന്ദര്യം എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവൻ്റെ ഹൈറ്റ് അല്ല എനിക്ക് കിട്ടിയില്ലല്ലോ, അവനുള്ള അത്ര മുടി എനിക്കില്ലല്ലോ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. എന്നിട്ട് നമ്മൾ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന ഷേപ്പിൽ, ആയിരിക്കുന്ന സ്റ്റാറ്റസിൽ ഹല്ലേലൂയ ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് എന്നെയും നിന്നെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അത് ഈ ശരീരം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ വായിച്ചാട്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നു നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നായതുകൊണ്ടാണ് അവൻ അല്പസമയം തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ അല്പസമയം അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അതിനെ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി നമുക്ക് കുറച്ച് സമയം ഈ ബോഡി നമ്മെ അനുവദിച്ചിരിക്കുകയാണ് ഭയങ്കരവും അതിശയകരവുമായിട്ട്. നമ്മുടെ ഫങ്ഷൻസ് അല്ലെ, ഒരു ബോഡിയുടെ ഫങ്ഷൻസ് പാർട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഈ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുവാൻ പറ്റുന്ന സകലതും അടങ്ങിയതാണ്. നമുക്കറിയാം അല്ലേ, ഈ ഭൂമിയെ ഇപ്പോൾ ചന്ദ്രൻ, അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും ഇപ്പോൾ പറ്റുന്നതായ രീതിയിലുള്ള സകല ജ്ഞാനത്തോടും കൂടെ ഉള്ള ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ഇനിയിപ്പോൾ നമ്മുടേതല്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ബോഡി, ഇതിൻ്റെ പാർട്സ്, മൈൻഡ് എല്ലാം ചേർത്ത് ഹല്ലേലൂയ ഇത് ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. എങ്ങനെ? റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12 അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ശരീരങ്ങളെ ഹല്ലേലൂയ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഹല്ലേലൂയ അല്ലേ, നമ്മൾ ആ വിശുദ്ധി ദൈവ യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കണം. ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിന് കൊടുക്കാനാണ്, നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ബോഡി. അത് എന്ത് ഷേപ്പായിക്കൊള്ളട്ടെ, എന്ത് ജെൻഡർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അല്ലേ അത് ഏത് വിധമായിക്കൊള്ളട്ടെ, അത് വളരെ അത്ഭുതകരമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് വി ഷുഡ് ലവ് അവർ ബോഡി. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാ. അതുകൊണ്ട് രോഗം വന്ന അതിനെ എന്താ പറയുക, നമ്മൾ ഗൗനിക്കാതെ വിടേണ്ട കാര്യമല്ല. തന്നിരിക്കുന്നത് ദൈവം നാമ മഹത്വത്തിന് വേണ്ടിയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. God has given us a body, the first gift. അതിനെ തക്കതായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് അല്ലേ ഡിറ്റീരിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അത് ശോഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവത്തിൻ്റെ സ്തോത്രം ദാനമാണ് അല്ലേ. അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായിരുന്ന പൗലോസ് എന്ത് പറഞ്ഞു? പൗലോസ് പറഞ്ഞു, ഞാൻ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഞാൻ ഏറെ എങ്കിലും ഞാൻ ശരീരത്തിലായിരിക്കുമ്പോൾ അവൻ്റെ നാമത്തിന് മഹത്വം വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാ ഈ ബോഡി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഈ കാഴ്ചപ്പാട് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതിനെ സൂക്ഷിക്കണം, അതിനെ കൊണ്ടു നടക്കണം. എ ബോഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത്. നമ്മളതിനെ വളരെ കാര്യത്തോടെ, നമ്മുടെ കണ്ണ് ദൈവം തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ?
ഹല്ലേലൂയ. സത്യം കാണുവാനും നന്മ കാണുവാനും വേണ്ടിയാണ് കണ്ണ് തന്നിരിക്കുന്നത്. അത് വേണ്ടതുപോലെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ചെവികൾ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ്, ദൈവ ശബ്ദം കേൾക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ സ്തോത്രം ആവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാ ഈ ചെവി തന്നിരിക്കുന്നത്. നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പാട്ട് കേട്ട് പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക അല്ലേ? വയർലെസ് വേണമെങ്കിൽ വയർലെസ് ഉണ്ട്, വയറിൽ വേണമെങ്കിൽ വയറിലുണ്ട്, ഒക്കെ വെച്ച് പ്ലഗ് ചെയ്തിട്ട് വേറെ ഒന്നും കേൾക്കണ്ട. ദൈവവും പറയുന്നത് കേൾക്കണ്ട, മനുഷ്യൻ പറയുന്നത് കേൾക്കണ്ട. ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്നത് മാത്രം കയറും അല്ലേ? എന്നാൽ അതിനു വേണ്ടിയല്ല ഈ ചെവിയെല്ലാം തന്നിരിക്കുന്നത് കേട്ടോ. It has got a purpose to listen to God and also to listen to people. Hallelujah. സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്നുണ്ട് അല്ലേ? നാക്ക് തന്നിട്ടുണ്ട്, വായ് തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ദൈവത്തെ സ്തുതിക്കുവാനാ, മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാനാ. സ്തോത്രം. ഇറ്റ് ഈസ് ഗോഡ്സ് പ്രോപ്പർട്ടി. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാ ജീവിക്കേണ്ടത്. സ്തോത്രം. ഇനി നമുക്ക് കൈകൾ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരെ ഹല്ലേലൂയ സഹായിപ്പാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. കാലുകൾ തന്നിട്ടുണ്ട്. എവിടെയെല്ലാം ദൈവം അയക്കുന്നോ അവിടെയെല്ലാം ഓടുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. എ ബോഡി, എ ഫിസിക്കൽ ബോഡി ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. ദൈവം തന്നിരിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ പുതുക്കം വന്നിരിക്കുന്നതായ നമ്മൾ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടു, ഒരു പുതുമനുഷ്യനായി പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്തു. നമ്മിൽ തന്നിരിക്കുന്ന ആ പുതു ഹൃദയം, അതുപോലെ തന്നെ പുതിയ മനസ്സ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം എന്തായി? ഒരു പുതിയ ഹൃദയം അല്ലേ? നിർമ്മലമായൊരു ഹൃദയം, ഒരു ശുദ്ധമായൊരു മൈൻഡ്, അതുപോലെ തന്നെ ഒരു നല്ല സോൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എ ഡിവൈൻ പർപ്പസ്. ഹല്ലേലൂയ. ഞാൻ ചിലതൊന്നും അങ്ങനെ ചിന്തിച്ചു, ചിലത് ഇങ്ങനെ. നോ, വി ആർ റോങ് ഇഫ് വി ഡു നോട്ട് യൂസ് ഇറ്റ് പ്രോപ്പർലി. നമ്മുടെ ചിന്തകൾ ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. എന്നാൽ അതിനെ പർപ്പസ്ഫുള്ളി നമുക്ക് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഈ ശരീരത്തെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മാറ്റിയെടുത്ത ഈ സോൾ, മൈൻഡ്, ഹാർട്ട് കൂടെ ചേർന്ന് നമുക്ക് തന്നിരിക്കുന്ന, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ വ്യക്തിത്വം എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ഒരേ ഒരു പർപ്പസ്, ടു ലവ് ഗാഡ് ആൻഡ് ടു ലവ് പീപ്പിൾ. ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ അല്ലേ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവിനോടെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയാ ഈ രണ്ട് മനുഷ്യനെയും കൂടെ. രണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞത് ഒന്ന് ഇൻവിസിബിൾ സോൾ ആൻഡ് ദ വിസിബിൾ ബോഡി വിത്ത് ഇറ്റ്സ് പാർട്സ് ആൻഡ് ഫങ്ഷൻ. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരേ ഒരു പർപ്പസ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. രണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ രണ്ട് പർപ്പസിനും വേണ്ടിയാ ദൈവം ഒരു ബോഡി നമുക്ക് തന്നത്. ബലൂൺ പോയതുപോലെ ഒറ്റയടിക്ക് പോവാതിരുന്നതിൻ്റെ കാരണം, രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മെ സ്തോത്രം ആ അല്പസമയം കഴിഞ്ഞ് നിത്യ നരകത്തിലേക്ക് പോകുന്നത് ഇല്ലാതാക്കണം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? അവനെ എന്ത് ചെയ്യണം? പിതാവിൻ്റെ അടുക്കിലേക്ക്, ടു ബി വിത്ത് ദ ലോർഡ്. ആബ്സെന്റ് ഫ്രം ദ ബോഡി ഈസ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ആമേൻ. അതിനെ രക്ഷ, ഹല്ലേലൂയ, നമ്മെ യോഗ്യരാക്കി. സ്തോത്രം. എന്നാൽ നമുക്ക് അതുവരേക്കും, അവനോടുകൂടെ ആയിരിക്കുന്നവരേക്കും അല്പസമയം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. ദ ബോഡി വിത്ത് ഇറ്റ്സ് പാർട്സ്, ഇറ്റ്സ് ഫങ്ഷൻ ആൻഡ് ടുഗദർ വിത്ത് ദ റിന്യൂഡ് മൈൻഡ്, ഹാർട്ട് ആൻഡ് സോൾ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പർപ്പസ് നമ്മിലൂടെ നടക്കുവാൻ വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22 ദൈവം കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വായിച്ചാട്ടെ അതിൻ്റെ 37-39 വാക്യങ്ങൾ. യേശുവിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം. സ്തോത്രം. ഒരു ബോഡി,
നമ്മുടെ ടൈറ്റിൽ എന്താണ്? കുട്ടികൾ മറന്നുപോയോ? വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് അവർ മെസ്സേജ് ടുഡേ? എ ബോഡി ആൻഡ് എ ടൈം. സോ എ ബോഡി, ദ ഫസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്, എ ഫിസിക്കൽ ബോഡി. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ഗിഫ്റ്റ്? എ ടൈം. ദൈവമക്കളെ, ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു സമയം, അതൊരു പ്രഷ്യസ് ഗിഫ്റ്റാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 17 അതിൻ്റെ 26. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. സ്തോത്രം. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. നമുക്ക് ദൈവം ഈ സിംഗപ്പൂരിൻ്റെ ദേശത്ത്, ഇന്ത്യയിൽ ജനിച്ചു അധികം പേരും ഇവിടെ ഹല്ലേലൂയ ഈ ദേശത്താക്കിയിരിക്കുന്നു. നമുക്ക് അല്പസമയം ഈ നമ്മുടെ ഏജിൻ്റെ ഈ അവസ്ഥയിൽ ദൈവം തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. അവൻ നമുക്ക് വേണ്ടതുപോലെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ കാലയളവിൽ ഇതുപോലെ ആയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം ഈ കാലയളവിൽ ഇപ്രകാരം ആയിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17:4. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യേശുവാണ് നമ്മുടെ മോഡൽ. എന്തിനു വേണ്ടിയാണ് ഈ ടൈം, ഈ ബോഡി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? നമ്മുടെ പെർഫെക്റ്റ് മോഡൽ യേശുവാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, അതുപോലെ തന്നെ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ പർപ്പസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശരീരം, അല്ലേ, അത്ഭുതകരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചു. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായിരുന്ന പൗലോസ് 5-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചാട്ടെ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ നമ്മൾ അനുകരിക്കേണ്ടത് ആരെയാണ്? യേശുവിനെ. ഹല്ലേലൂയ. അവനാ നമ്മുടെ മോഡൽ. അവൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന സമയം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. മാത്രവുമല്ല, ചെയ്യുവാൻ തന്നിരിക്കുന്ന ദൗത്യം ഭംഗിയായി ചെയ്തു. അതുപോലെ ഇവിടെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുകയാണ്, ആകയാൽ ദൈവമക്കൾ എന്ന പോലെ കർത്താവിനെ, അതുകൊണ്ട് സ്തോത്രം, ദൈവത്തെ, അതിൻ്റെ 1-ാം വാക്യം, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. യേശുവാണ് നമ്മുടെ മോഡൽ. എങ്ങനെയാണ് അത് 1-ാം വാക്യമാണ്, ദൈവത്തെ അനുകരിപ്പിൻ. 1-ാം വാക്യത്തിൽ പറയുന്നതാണ് 5-ാം അധ്യായം. എന്നാൽ പറഞ്ഞ് അതിൻ്റെ 14-ാം വാക്യത്തിൽ വരുമ്പോഴേക്കും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടതെന്നവൻ, യേശുവിനെ അനുകരിക്കേണ്ടെന്നവർ. വായിച്ചാട്ടെ. അതുകൊണ്ട് ഉറങ്ങുന്നവരെ, the time has been given to you and me. നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. മരിച്ച ഒരു കൂട്ടരുണ്ട്, അല്ലേ? മരിച്ച ഒരു കൂട്ടരുണ്ട്. അവർ മരിച്ചു. അവരുടെ ബോഡി അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് പോകേണ്ടതാണ്. അവരുടെ സോൾ അത് നരകത്തിലേക്ക് പോകേണ്ടതാണ്. നീ അവരുടെ കൂട്ടത്തിലായിരിക്കാൻ പറ്റത്തില്ല. നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണം? നിനക്ക് ഒരു ബോഡി തന്നിട്ടുണ്ട്. അവരുടെ ബോഡി അത് നശിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിനക്ക് തന്നിരിക്കുന്ന ബോഡി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസം മന്ദിരമായിരിക്കുന്ന ഈ ബോഡി ദൈവത്തെ ഉയർത്തുവാനാണ്. ദൈവത്തിൻ്റെ പർപ്പസ് നിങ്ങളിലൂടെ നടത്തുവാനാണ്. ദൈവത്തെ സ്നേഹിക്കുവാനാണ്, മനുഷ്യനെ സ്നേഹിക്കുവാനാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുക. വായിച്ചോട്ടെ. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
ആകയാൽ സൂക്ഷ്മതയോടെ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ആ. ജ്ഞാനിയായിട്ട് അത്രേ നടപ്പാൻ നോക്കുക. അജ്ഞാനിയായിട്ടല്ല, ജ്ഞാനിയായിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് ദുഷ്കാലമാകിയാൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ സമയം ഉപയോഗിച്ചുകൊള്ളുക. തക്കത്തിൽ വിനിയോഗിക്കുക. അല്പസമയമേ ഉള്ളൂ, അത് ദുഷ്കാലവും കൂടെയാണ്. അതുകൊണ്ട് തക്കത്തിൽ വിനിയോഗിക്കുക. ബുദ്ധിഹീനരാകാതെ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഹല്ലേലൂയ. He has given us a body and a time. Both are not ours. ദൈവത്തിൻ്റെ ദാനമാണ് ഒരു ഫിസിക്കൽ ബോഡി, അതുപോലെ തന്നെ എ ടൈം, ഒരു സമയം അവൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സമയം തക്കത്തിൽ ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് ജ്ഞാനത്തോടെ സമയം തക്കത്തിൽ വിനിയോഗിക്കുക. സ്തോത്രം. ഞാനും നിങ്ങളും 11 വർഷം പിന്നിട്ടു. ഹല്ലേലൂയ. മുന്നോട്ട് അല്പകാലം കൂടെ ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായി, വളരെ ജ്ഞാനത്തോടെ, വളരെ ഉത്സാഹത്തോടെ കർത്താവിനെ അനുകരിക്കുന്നവരായിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തി ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കാം. നമുക്ക് തന്നിരിക്കുന്നതായ ഹല്ലേലൂയ ബോഡി വിത്ത് ഓൾ ഇറ്റ്സ് പാർട്സ് ആൻഡ് അല്ലെ, കണ്ണ് കാണാത്തവർ എത്രയോ പേരുണ്ട്, കാത് കേൾക്കാത്തവർ എത്രയോ ഉണ്ട്, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ. എന്നാൽ ദൈവം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് ആസ് എ ഗിഫ്റ്റ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ നിവർത്തിക്കപ്പെടുവാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ വേണ്ട, അതാണോ? അല്ല. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ശരീരത്തിൽ ഇരിക്കുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കാണുന്ന ഈ വ്യക്തിയല്ല. സ്തോത്രം. എൻ്റെ ഉള്ളിൽ ഞാൻ മാത്രം, ദൈവവും മാത്രം കാണുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ശരീരത്തിൽ ഇരിക്കുന്ന ഒരു സമയം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. എ ബോഡി ആൻഡ് എ ടൈം. എന്തു ചെയ്യണം? ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ, ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു? ഈ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ സമയം, അനുവദിച്ചു തന്നിരിക്കുന്ന ഈ പ്രഷ്യസ് ബോഡി, വാട്ട് ഡു യു ഡു വിത്ത് ദിസ് 2 gifts? അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാണ്. We are accountable. Amen. Hallelujah. He has given us a precious body. He has given us a time. But we are accountable. One day we need to stand before God. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, വില കൊടുത്തവൻ, ഹല്ലേലൂയ, അവൻ്റെ മുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഞാൻ തന്നിരിക്കുന്ന ഈ ബോഡി നീ എങ്ങനെ ഉപയോഗിച്ചു? ഞാൻ തന്നിരിക്കുന്ന സമയം നീ എന്ത് ചെയ്തു? നമ്മളോട് ചോദിക്കും. നമുക്ക് അവൻ്റെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. സ്തോത്രം. ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. എ ബോഡി ആൻഡ് എ ടൈം. Both are precious gifts from God. ദൈവം തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതിൻ്റെ പർപ്പസോടുകൂടെ ഉപയോഗിക്കുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി നാമമഹത്വത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ചിലരെ ബ്ലസ് ചെയ്യുവാൻ. ഹല്ലേലൂയ. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടേതല്ല. It belongs to God. Both the time and the body is not for ourselves. It is for God, for His glory. ആമേൻ. യേശു ചെയ്തതുപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്